നമസ്കാരം. കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തന്ത്രപരമായ തീരുമാനം അവരുടെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു. ആ തന്ത്രപരമായ തീരുമാനം ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനമാണ്. അതിനെ എന്തുകൊണ്ട് ഞാൻ അതിനെ തന്ത്രപരമായ തീരുമാനം, അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും വളരെ രാജ്യതന്ത്രജ്ഞതയോടുകൂടിയുള്ള ഒരു തീരുമാനമാണ് ആ ബഡ്ജറ്റിൽ ലക്ഷദ്വീപിനെ ടൂറിസം മേഖല വികസിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നുണ്ട് എന്ന് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ തന്ത്രപരമായ നയതന്ത്രപരമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയാൻ കാരണം, പ്രധാനമായിട്ടും ലക്ഷദ്വീപ് നമ്മുടെ ദ്വീപാണ്, നമ്മുടെ ഇന്ത്യൻ ദ്വീപാണ്. ആ ലക്ഷദ്വീപ് ടൂറിസമായി വികസിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മാലിദ്വീപ് നമ്മളുമായിട്ട് അകന്നു പോവുകയും ചൈനയോടൊപ്പം ചേർന്ന് നിൽക്കാനും നമ്മളെ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ സൈന്യത്തെ അവിടെ നിന്ന് പുറത്താക്കാനും ഒക്കെ ശ്രമിക്കുകയും ഇന്ത്യയോട് അകലാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മാലിദ്വീപിലെ ടൂറിസം മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്കെതിരെ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തോടുകൂടി ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് പോകാതായി. അങ്ങനെ പോകാതായപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാനം ഇല്ലാതാകാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി പ്രശ്നമാണ്. അവിടെ മാലിദ്വീപിൽ ഇപ്പോൾ അകത്തുള്ള ആഭ്യന്തര കലഹം കൂടിക്കൊണ്ടിരിക്കുന്നു, ആഭ്യന്തര രാഷ്ട്രീയ കലഹം കൂടിക്കൊണ്ടിരിക്കുന്നു. വേണ്ടി വന്നാൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം പോലും നടക്കുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ ആ ബഡ്ജറ്റിൽ ലക്ഷദ്വീപിനെ ലക്ഷ്യമിട്ട് ലക്ഷദ്വീപിലെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് തന്ത്രപരമായ ഒരു നീക്കവും നിലപാടും തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അതിനകത്ത് അദ്ദേഹം നിർമ്മല സീതാരാമൻ പറഞ്ഞ എങ്ങനെയാണ്, പോർട്ട് കണക്ടിവിറ്റി, വിനോദസഞ്ചാര മേഖലയിലെ അടിസ്ഥാന വികസനം, മറ്റ് സൗകര്യങ്ങൾ എന്നിവയിലൂടെ എല്ലാം ലക്ഷദ്വീപിലെ ടൂറിസം മേഖലയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോവുകയും അവിടെ ചെന്നിട്ട് അവിടെ ഈ മുങ്ങൽ വിദഗ്ധനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കടലിലെ മുങ്ങി നടന്നതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് മാലിദ്വീപിലെ 3 മന്ത്രിമാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതും ആ പോസ്റ്റ് വലിയ വിവാദമാവുകയും അവസാനം മാലിദ്വീപിന്റെ ഭരണാധികാരികൾക്ക് ആ 3 മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്തത് നമ്മൾ കാണാം. ഇന്ത്യ പഴയ ഇന്ത്യയില്ല, ഭാരതം പഴയ ഭാരതമല്ല. ഭാരതത്തിന് ലോകത്തെ നിയന്ത്രിക്കാനും ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കാനും ലോകരാജ്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുമുള്ള പ്രചോദനം നൽകാനും അജണ്ട നിശ്ചയിക്കാനും ഇന്ത്യക്ക് കഴിയുമെന്ന് മാലിദ്വീപ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതാ ഓരോ നിമിഷവും മാലിദ്വീപ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ടൂറിസം മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം തകർന്നുകൊണ്ടിരിക്കുന്നു, ആഭ്യന്തര കലഹം കൂടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇതെല്ലാം വളരെ സമാധാനത്തോടെയും ഒരുപക്ഷെ മനസ്സിൽ ഒരു ചെറിയ ജാഗ്രതയോടെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ ഈ പദ്ധതി തീർച്ചയായിട്ടും ന്യൂസിലാൻഡിൽ പോകണ്ട, സ്വിറ്റ്സർലൻഡിൽ പോകണ്ട, നമ്മൾക്ക് ലക്ഷദ്വീപ് ഉണ്ടല്ലോ, പിന്നെ എന്ന് ടൂറിസം മന്ത്രി, കേന്ദ്ര ടൂറിസം മന്ത്രിയായ കിഷൻ റെഡ്ഡി ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, കിഷൻ റെഡ്ഡി ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നമുക്കറിയാം. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഈ മാലിദ്വീപ് നമ്മളുമായിട്ട് അകലാൻ തുടങ്ങിയപ്പോഴേക്കും ലക്ഷദ്വീപിനെ കുറിച്ചും ലക്ഷദ്വീപിൽ പോയതിനെ കുറിച്ചും നമ്മുടെ എക്സിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. അതോടുകൂടി ഇന്ത്യയിൽ നിന്നുമുള്ള ആൾക്കാരുടെ ഒഴുക്കാണ്, ടൂറിസം വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു വിമാനത്താവളം കൂടി കൊണ്ടുവന്ന് ഒരു വ്യോമയാന മാർഗവും കൂടി തുറന്നു കഴിഞ്ഞാൽ അവിടുത്തെ ലക്ഷദ്വീപിലെ ടൂറിസം അതിശക്തമായി എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് വളർന്ന് വലിയ ഒരു ടൂറിസം കേന്ദ്രമായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രത്തിൽ മാറാൻ സാധ്യത, അതിനുള്ള ശ്രമങ്ങളെല്ലാം നടത്തും എന്നാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞു വെച്ചത്. തീർച്ചയായിട്ടും മാലിദ്വീപിന് ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. ആ ഭീഷണി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. കാരണം ഭാരതത്തെ അങ്ങനെ ഇത്രയും കാലം കൊണ്ടു നടന്ന് വളർത്തിയെടുത്ത അവിടെ സൈനിക അട്ടിമറി നടന്നപ്പോൾ നമ്മുടെ ഇവിടുന്ന് സൈന്യം പോയി ഈ അട്ടിമറിക്കാരെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയിട്ട് പ്രസിഡന്റ് വീണ്ടും കസേര തിരിച്ചു കൊടുത്ത ഭാരതത്തെ ഇപ്പോൾ ചൈനയെ കണ്ടുകൊണ്ട് ഭാരതത്തെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്ന മാലിദ്വീപ് ഭരണാധികാരി ഒരുപാട് കാലമൊന്നും ഇനി മാലിദ്വീപിൽ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത്.